ഇപ്പൊ ഞാൻ ഇങ്ങോട്ടിരുന്നോ ഓറാലോസ് ഇറങ്ങിപ്പോടാ ഓറാലോസ് ഇതിനൊക്കെ മറുപടി ഇറങ്ങിപ്പോടാ ചാവടാ പോയിട്ട് ഓക്കെ നിക്ക് മിണ്ടല്ലേ ആയാ തുടങ്ങിയാ പറയണോ तू में सगी हम दोनों जिंदगी ना मैं तुम सगी हम तुम सगी हम दोनों जिंदगी ना मिटवा वे तेरे जाने प्यारा मिटवा वे तेरे किसी होने जा ये मैं इन सगी ये तू मैं सगी हम दोनों एक ही सगी मिटवा हम दोनों एक ही सदा मिटवा എന്താ ഓവറാക്കുന്നേ ഇതിന്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു സത്യസന്ധമായിട്ട് പറഞ്ഞു സീരിയസ്ലി പറയണോ നീ എന്റെ അടുത്തുള്ള എന്റെ സൗന്ദര്യത്തിന് വിടണ്ട എന്നെ കണ്ടിട്ടും ഇതാവണ്ട സൗന്ദര്യ എന്താ നീ പറയുന്നേ വയ്യാത്ത പട്ടി കയ്യാലെ കയറാന്ന് പറഞ്ഞു അല്ല നിക്ക് നമ്മള് പറയുന്നതല്ല എന്താ പേരെന്ന് എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട് കൊള്ളായിരുന്നു നല്ല ഇതുണ്ടായിരുന്നു എവിടേക്കോ എന്തൊക്കെയോ കുഴപ്പമുണ്ടെങ്കിലും പക്ഷെ നല്ല രസമുണ്ടായിരുന്നു മാമൻ എന്ന് പറഞ്ഞാലും മതില്ല അതിന്റെ മോളിലുള്ള സാധനം അല്ല എന്താ അച്ചായൻ സ്നേഹത്തോട് വിളിക്കുന്നതാണോ ഇല്ലെങ്കിൽ മുതുക്കനായിട്ടോ അച്ചായൻ ഇത് നിങ്ങൾ ആരോ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചോ ആരെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇല്ല ആരും പിന്നെ ഇതെങ്ങനെ അച്ചായൻ എന്നുള്ള പേര് കിട്ടിയ മോനെ വിട്ടോ വലിയ ഓവറായിട്ട് വന്നതാ അപ്പൊ എന്തായി കഴിഞ്ഞാലും എങ്ങനെ ആളെങ്ങനെ ആള് കുഴപ്പമില്ല ആഷ്പാക് എങ്ങോട്ട് വന്നാ നീ വലിയ ഡയലോഗെല്ലാം അടിച്ച് പറഞ്ഞിട്ടുണ്ടായില്ല കുറെ ഇംപ്രസിംഗും പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ല എന്റെ ലൈവ് ആയിക്കോട്ടെന്നല്ല എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ ഒന്ന് ചെയ്യട്ടെ എന്നോട് വലിയ ഡയലോഗ് അടിച്ച് ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ പെണ്ണുങ്ങളെ കണ്ട ഒരാളല്ലേ നീ ഞാൻ ഇഷ്ടംപോലെ പെണ്ണുങ്ങളാണ് നിന്റെ അത്ര പരിചയ സമ്പത്ത് എനിക്കില്ല നിന്റെ പല കഥകൾ ഞാൻ കേൾക്കലുണ്ട് അല്ല അങ്ങനെയല്ല ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചേ പക്ഷെ എന്നാലും രഞ്ജിത കൊച്ചിയിലുള്ള അല്ല ജസ്റ്റ് ഒരു ഐ ലവ് യു ആ രീതി പോയാ പോരാ ചാറ്റ് അല്ല ഇംപ്രസ് ചെയ്യണം എന്താ ചെയ്യണ്ടേ എല്ലാം റെസ്പെക്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നി അല്ല തോന്നിട്ടുണ്ടെ പറഞ്ഞോ ഇല്ല കംഫർട്ട് ആക്കിട്ടേ ചെയ്യൂ കാരണം എന്റെ ഒന്നാമത് അല്ല ഞാൻ അവിടെ തൊടുപോലെ ഞാൻ ചെയ്തില്ല അങ്ങനല്ല തൊടുന്നതല്ല തൊട്ടാ അത് ഡാൻസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പിടിക്കാം ഓരോ അതിനെ ഓക്കെ ആയിരുന്നല്ലോ ഡാൻസ് കളിക്കാൻ ഓക്കെ ആയിരുന്നോ പിന്നെ ഇപ്പൊ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഓക്കെ അല്ലേ എന്തെങ്കിലും ഉണ്ടെ അപ്പൊ എന്നോട് പറയണം ഞാനാണ് ഇതിന്റെ മൊത്തം കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ കാരണം ഇവന്മാരൊക്കെ ഓവർ പരിധി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല അപ്പൊ എന്താ ചെയ്യേണ്ടത് പറ അഷ്പാക്ക് സോങ് പാടിട്ട് സോങ് പാടിട്ട് പ്രപ്പോസ് ഞങ്ങൾക്ക് അറിയില്ല അല്ല എന്താ ഞാൻ ഒരു ചാലഞ്ച് ചെയ്യാം അഷ്പാക്ക് അതായത് ജെന്യൂൻ ആയിട്ട് അഷ്പാക്ക് കറക്റ്റ് ആ ഫീലിങ്സ് കറക്റ്റ് വന്നാൽ മാത്രമേ എന്താക്കാൻ പാടുള്ളൂ അഷ്പാക്കിനോട് ആ സംഭവം ഓക്കെ അല്ലല്ല ഞാൻ പ്രപ്പോസ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണം എന്നായിക്കോട്ടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ റിജക്ട് ചെയ്യണം ഓക്കെ
ഇതൊക്കെ ഇരിക്കല്ല, ഒന്ന് നടന്ന് എണീച്ചൊന്ന്. നിങ്ങള് അതായത് സ്കൂളിൽ നിന്ന് കാണുന്ന 2 കമിതാക്കളാന്ന് വിചാരിക്കാം. സ്കൂൾ വരാന്തകളിലൂടെ നടന്നു പോകുമ്പോ നിങ്ങൾക്ക് രണ്ടാക്കും മനസ്സിൽ അല്ല നിനക്ക് ഇഷ്ടമുണ്ട്, വൺ സൈഡിലാ പോവാ, നിനക്കില്ലാന്ന് കരുതി. അപ്പൊ ആ സമയത്ത് രാജ്പാക്ക് എങ്ങനെ പറയുന്നു, പറഞ്ഞ് ഇംപ്രസ് ചെയ്യുന്നൊന്നും ഇവിടെ കാണിക്കും. ഞാൻ അങ്ങോട്ടല്ലേ പ്രപ്പോസ് ചെയ്യണ്ട. ഇത് വരാൻ കേട്ടോ, ഞാൻ ആടുന്ന് വരാം. ഇങ്ങനെ നോക്കിടുമ്പോ നാണം ഗുണം കണ്ടോട്ടാ, എനിക്ക് പേടിയില്ല. വീടില്ലാന്ന് മൊത്തം തിരിയുന്നുണ്ടോ രഞ്ജു? ചോറുന്ന അല്ല ഇത് ഇതില്ല, പുറത്തൊന്നും പറയല്ലേ. ഒന്നൂടെ റീടേക്ക് പ്ലീസ്. ഇതെന്താ ഷൂട്ടിംഗ് ഒറ്റ ടേക്ക്. രഞ്ജു ഫുഡ് കഴിച്ചാ? കഴിച്ചു. എത്ര മണിക്കാ ബെല്ലടിക്ക? എത്ര അറിയില്ല ഇയാൾക്ക്. അല്ല എന്റെ ക്ലാസ് മാഷില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ ആണോ? ഫ്രീ പീരീഡാ. ആണോ? അപ്പൊ നമുക്ക് സംസാരിക്കാം. അതെ അതെ. ഞാൻ അന്നേ പറയുന്നൊരു കാര്യം, ഞാൻ അന്നേ ഒരു കാര്യം പറയാൻ വിചാരിച്ചാ, പിന്നെ രഞ്ജുവിന്റെ കൂടെ എപ്പോഴും മഞ്ജുവും ചിഞ്ചും ഉണ്ടാവും, അപ്പൊ രഞ്ജുവിനെ എനിക്ക് കിട്ടൂല. ഓ ഇനി പറഞ്ഞു, ഞാൻ ഒറ്റക്കാണ്. രഞ്ജു സിംഗിൾ ആണോ? അതെ, ഞാൻ സിംഗിൾ ആണ്. എപ്പം ചോറ്റുപാത്രം ഞാൻ കൊണ്ടുവരുമ്പോ 2 മീൻ വറുത്തത് വെക്കാറുണ്ടായിരുന്നു. ആണോ? അതിലൊന്ന് മീൻ വറുത്തത്, അതിലൊന്ന് രഞ്ജുവിനായിരുന്നു. പക്ഷെ എന്റെ ചങ്ങായിമാര് തണ്ടികള് കട്ടുകൊണ്ട് രഞ്ജുവിന് തരാൻ പറ്റൂല. അല്ല അല്ല അങ്ങനെ പറയല്ലേ. അപ്പൊ ഞാൻ ഓപ്പണായിട്ട് പറയാം, ഫസ്റ്റ് രഞ്ജു സ്കൂളിലേക്ക് വന്നപ്പോ മറ്റേ സ്കൂളിലായിരുന്നില്ലേ ഫസ്റ്റ്. അപ്പോ ഈ ക്ലാസ്സിലേക്ക് സ്കൂളിലേക്ക് ആദ്യം വരുമ്പോ തന്നെ എനിക്ക് രഞ്ജുവിന് എന്തോ ഒരു അട്രാക്ഷൻ തോന്നി. അപ്പൊ അന്ന് ഞാൻ പറയണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുവായിരുന്നു. എനിക്ക് രഞ്ജുവിനെ ഭയങ്കര ഇഷ്ടം. എന്താന്നറിയില്ല, അന്ന് കണ്ടപ്പോ സ്പാർക്ക് അടിച്ച. പിന്നെ എപ്പോഴും പറയാൻ ഇങ്ങനെ മുട്ടി നിൽക്കും, മുട്ടുമ്പം കേറും, മുട്ടുമ്പം അത് പോവും. ഇപ്പാന്നൊരു അവസരം ഒത്തു വന്നത്, ഫ്രീ പീരീഡ്, ആരുമില്ല, മഴ. അപ്പൊ എന്താണ്, ഇഷ്ടാണല്ലോ? എനിക്കും ഇഷ്ടാണ്. ശരിക്കും ശരിക്കും ഇഷ്ടം നോക്കുന്നതാണോ? അല്ല, ഇഷ്ടാണ്. ഒരാൾ ഇഷ്ടം പറയുമ്പോ നമ്മൾ തിരിച്ചിഷ്ടം അല്ല, എന്തിഷ്ടാണ്? എന്തിഷ്ടം ആകേണ്ടത്? അല്ലേ, എല്ലാ തരത്തിലുള്ള ഒരു ഇഷ്ടമില്ലേ? ഇതെന്ത് എല്ലാ? അല്ല അങ്ങനല്ല, ഒരു ഫ്യൂച്ചർ. അത് ആലോചിക്കാം. നമുക്ക് ആലോചിച്ചിട്ട് എപ്പ അതിന്റെ ഒരു മറുപടി കിട്ടും? മറുപടി പെട്ടെന്ന് വരാം. അടുത്ത ഇനി മീൻ വറുത്തത് ഒരു ഇല്ല ഇനി ഞാൻ മീൻ വറക്കുന്നില്ല, ഇനി ചോക്ലേറ്റ് ആയിട്ട് വരാം. ആണോ? അപ്പൊ അതായിട്ട് അന്നപ്പോ വെല്ലടിക്കാണ്, ഞാൻ പോട്ടെ. എങ്ങനെയുണ്ട് രണ്ട് മീൻ പൊരിച്ച മതി വേണ്ട. എടാ എനിക്കും പഠിപ്പിച്ചാടി പരിപാടി. ഇഷ്ടായോ? മതി ബ്രോ. ഇല്ല മൊത്തം ഡബിൾ തന്നെയാണ്. ഇടയ്ക്ക് 2-3 കോഴിന്ന് വരുന്നുണ്ട്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇതിനു മുമ്പ് നീ എത്ര പെണ്ണുങ്ങൾ ഇതേപോലെ പ്രപ്പോസ് ചെയ്തു? ഇത് ഫസ്റ്റ് ടൈം അല്ലേ? ഫസ്റ്റ് ടൈമോ? എക്സ്പീരിയൻസോട് കൂടി പറയാം. നീ ഇതേപോലെ ഇങ്ങോട്ട് വരുന്നതില് അല്ല, നീ ഇന്നുമ്പ് പിന്നെ ഇങ്ങോട്ട് വന്നതിൽ എല്ലാത്തിനും റിജക്ട് ചെയ്തിന്. പിന്നെ റിജക്ട് എല്ലാം. നീ അന്ന് പറഞ്ഞ കഥയോ ഫാത്തിമന്റെ? ഇത് എന്തെല്ലോ സ്ക്രിപ്റ്റ് ആയിട്ട് അറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പല പരിപാടികളും എന്ത് സ്ക്രിപ്റ്റാണ് ജാസി? നീ പുതുങ്ങൽ, നീ പേടിക്കണ്ട, നീ നമുക്ക് കാര്യം ചെയ്യാം. അല്ല, എനിക്കൊരു കാര്യമുണ്ട്, എനിക്ക് ഇതേപോലെ ഇംപ്രസ് ചെയ്യാൻ ജസ്റ്റ് പഠിക്കണം. എനിക്ക് ഇതില്ല, അതായത് ആ ഗഡ്സ് എനിക്ക്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ റിവേർട്ട് ചെയ്യാം. രഞ്ജിത്ത് ഇവനെ പ്രപ്പോസ് ചെയ്യും. വേണ്ട എന്താ വേണ്ട. അല്ല, ആ പേടി മാറും. ഞാൻ കാര്യം പറയാം, ആ പേടി മാറും. ഓൾറെഡി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിന്നു. ആയിക്കോട്ടെ. ഞാൻ എന്താ പറയണ്ടേ? നീ അത് കണക്കായിട്ട് മറുപടി. ആയിക്കോട്ടെ ശരി. അപ്പൊ എന്താ സിറ്റുവേഷൻ എന്താ? എന്നാ ആയിക്കോട്ടെ രഞ്ജിത, ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ ഇവിടെ വന്നാ മതി. പറഞ്ഞോ. ആരെ പ്രപ്പോസ് ചെയ്യണ്ട? ഞാനാണോ? രഞ്ജിതന്റെ പ്രപ്പോസ് എന്തായാലും എനിക്ക് അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യാനാവൂല. ആണോ? ഞാൻ പ്രപ്പോസ് ചെയ്യണം. ഓക്കെ. ഹായ്.
ഹായ്. സുഖാണോ? ആ സുഖാണ്. അത് അങ്ങോട്ടല്ല നോക്കണം, എന്റെ മുഖത്തേക്ക് നോക്കിപ്പോ. ആ ആണോ? ഞാൻ കൊറേ നാളായിട്ട് നിന്നോടൊരു കാര്യം പറയണമെന്ന് നോക്കണം. എന്ത്? ഞാൻ പറയണമെന്ന് വിചാരിക്കുമ്പോഴൊക്കെ താൻ എപ്പോഴും തിരക്കാ, ഫ്രണ്ട്സ് ആയിട്ടൊക്കെ എപ്പോഴും ബിസിയാ. അപ്പൊ ഇന്നിപ്പോ എനിക്ക് തന്നെ ഒറ്റക്ക് കിട്ടി, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്റെ മനസ്സിലുള്ളത് പറയാന്ന്. എന്ത് പറയാൻ? അല്ല, എനിക്ക് എന്തോ തന്നോട് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുണ്ട്. എന്തോ ഒരു പ്രത്യേക, ഇത്രയും നാൾ ആരോടും തോന്നാത്തൊരു ഇഷ്ടം. ഇഷ്ടം തോന്നുന്നതിന് എന്താ? ഇഷ്ടം എന്ന് വെച്ചാല് അങ്ങനെ നോർമലായിട്ട് എടുക്കരുത്. അതെനിക്ക് തന്റെ ലൈഫിലേക്ക് എന്റെ ഒരു പാർട്ട്ണർ ആയിട്ടൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പാർട്ണർ വരുമ്പോ ഞാൻ ഭർത്താവ്. അതെ, ഹസ്ബൻഡ് ആയിട്ട് ഒക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് അതിന് പറ്റിയൊരു ആളാണ്. അതാണ്. എങ്ങനെയാ, എന്താ മറുപടി? എന്താ? ഞാൻ ആലോചിച്ചിട്ട് പറയാം. അത്രയ്ക്ക് ആലോചിക്കണോ? അല്ല എനിക്കെന്തോ എന്തോ എന്തോ ഫസ്റ്റ് തന്നെ ഒരു എന്നാ ഓക്കെ. എന്നാ ഓക്കെ? എന്നാ ഓക്കെയോ? ആ എന്താ ഓക്കെയോ? അല്ല എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എന്റെ ഉമ്മ അഥവാ കാണുവാണെങ്കിൽ ഉമ്മ പറയൂ. ഞാൻ ഉമ്മയോട് ചോദിച്ചിട്ട് പറയാൻ പറ്റും. ഉമ്മയെടുത്ത് വെച്ചിട്ടാണോ ഇയാൾ ഒരു പെണ്ണിനോട് ഇഷ്ടം പറയുന്നത്? അല്ല നമ്മള് അവരോട് ചോദിക്കണ്ടേ. ഇയാൾക്ക് ഇഷ്ടാണോ? എനിക്ക് കുഴപ്പമില്ല. ആണോ? കുഴപ്പമില്ല, കുഴപ്പമില്ല. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഗൈസ്, ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് ഈ ടോപ്പിക്ക് കൂടെ ഇങ്ങനത്തെ വിട്ട് കഴിഞ്ഞാൽ ഇതേപോലത്തെ റൊമാൻസും പരിപാടിയായിട്ട് മൊത്തം പോയിക്കാണെന്നുണ്ട്. ഇതിൽ അത്ര കഴിവില്ല. അപ്പൊ ഗൈസ് ഞമ്മക്ക് എന്തായാലും ഈ പരിപാടി വിടാം. അപ്പൊ പറ, അടുത്ത എന്താ ചെയ്യേണ്ടത്? പറ. ചെയ്യേണ്ടത് എന്റെ രഞ്ജിത്ത് ഇരുന്നിരുന്നോ?